ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്തൊക്കെ സാധനങ്ങൾ കാരണമാവാം നമുക്ക് ക്യാൻസർ വരാൻ സാധ്യത ഉള്ളത്? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ കുറേ സംഗതികൾ നമ്മുടെ ജീവിതത്തിൻ്റെ പാർട്ടാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ, നമ്മൾ അണിയുന്ന കോസ്മെറ്റിക്സ്, അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ, ഘടകങ്ങളും നിത്യജീവിതത്തിൻ്റെ പാർട്ടാണ്. ഇതിൽ ഏതൊക്കെ ഘടകങ്ങൾ ക്യാൻസറിന് കാരണമാവും എന്ന് ചോദിച്ചു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ മെയിനായിട്ടുള്ളൊരു ഘടകം നമ്മളെ ഭക്ഷണം തന്നെയാണ്. ഫുഡാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കാറ്റഗറിയിൽ പെടുത്താവുന്ന ഘടകങ്ങൾ. ഫോർ എക്സാമ്പിൾ റെഡ് മീറ്റ് അല്ലെങ്കിൽ പ്രോസസ്ഡ് മീറ്റുകൾ, ഇതൊക്കെ അതിൻ്റെ ഒരു കുക്കിംഗ് പാറ്റേൺ. ഫോർ എക്സാമ്പിൾ നമ്മൾ ഗ്രില്ല് ചെയ്യുക, അത്തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, അതിൻ്റെ കുക്കിംഗ് പാറ്റേൺസ്, അതൊക്കെ ക്യാൻസറുമായിട്ടൊരു ലിങ്ക് ഉള്ളതായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഭക്ഷണം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം തന്നെയാണ്. രണ്ടാമത്തത് ഭക്ഷണം പാകം ചെയ്യുന്ന കണ്ടെയ്നേഴ്സ്. അതിനെക്കുറിച്ച് വളരെ തെറ്റിദ്ധാരണാജനമായ പല സംഗതികളും സമൂഹത്തിൽ പ്രചരിക്കുന്നുണ്ട്. അതായത് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിൽ ഫുഡ് കൊണ്ട് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അത് മിക്സായിട്ട് ക്യാൻസർ വരും. അലൂമിനിയം കണ്ടെയ്നേഴ്സിൽ ഫുഡ് പാകം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ക്യാൻസർ വരുമോ? അങ്ങനെ പല മിത്തുകളും സമൂഹത്തിൽ കോമൺ ആയിട്ട് കാണാറ്. പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സും ക്യാൻസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ പ്ലാസ്റ്റിക്കിൽ അവർ പറയുന്ന ഒരു തിയറി എന്താ വെച്ചാൽ കുറച്ച് കെമിക്കൽസ് ഉണ്ടാവും, ബിസ്ഫിനോൾസ്, അങ്ങനത്തെ കുറച്ച് കെമിക്കൽസ് ലീച്ച് ചെയ്തിട്ട് ഫുഡുമായിട്ട് മിക്സ് ആയിട്ട് അത് ശരീരത്തിൽ എത്തിപ്പെട്ടാൽ ക്യാൻസർ വരുമോ എന്നുള്ള ഒരു കൺസേൺ ആണ് പറയുന്നത്. പക്ഷേ ലീച്ചിങ്ങിനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. പ്ലാസ്റ്റിക്കും ക്യാൻസറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കുന്നത് നമ്മൾ പ്ലാസ്റ്റിക് കത്തിക്കുന്ന ഒരവസ്ഥ. ഒരുപാടുള്ള പ്ലാസ്റ്റിക്കിലൊക്കെ സ്വരുക്കൂട്ടിയിട്ട് വീട്ടിൻ്റെ ഒരു സൈഡിലിട്ട് കത്തിക്കുമല്ലോ, അത് ശരിക്കും ചെയ്യാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ കത്തിക്കുന്നതിൽ നിന്നുണ്ടാവുന്ന വിഷവാതകങ്ങൾ ക്യാൻസറിന് കാരണമാകുന്നു.